അങ്ങനെ നമ്മുടെ ശ്രുതി വന്ന് കയറുന്നതിനമ്മച്ചി നമ്മുടെ സച്ചിയുമായിട്ട് വഴക്കടിക്കുകയാണ്. നമ്മുടെ ശ്രുതിക്ക് വക്കാലത്തുമായിട്ട് നമ്മുടെ ചന്ദ്രമതി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു യുദ്ധക്കളം തന്നെയായി മാറുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഇങ്ങനെ യുദ്ധക്കളമായിട്ട് മാറാൻ എന്താ കാരണം? എന്തിനാണ് നമ്മുടെ ശ്രുതി നമ്മുടെ സച്ചിയുമായിട്ട് വഴക്കിട്ടത്? ഏത് കാരണത്താലാണ് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ടാവും. അത് പറയാനായിട്ട് റെഡി ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താ, ഇനി നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോവാം. ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാനിവിടെ പറയാനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയും തമ്മിലുള്ളതാണ്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയിരുന്ന സംഭവമാണ്. നമ്മുടെ ശ്രുതി പറയുകയാണ്, ശ്രുതിയോട് പറയുകയാണ്, എനിക്ക് രാത്രിയിൽ മുറിയിൽ ലൈറ്റ് വേണം, വെളിച്ചം വേണം, അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഞാൻ അങ്ങനെ ശീലിച്ചു പോയി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, നിനക്ക് വെളിച്ചമല്ലേ വേണ്ടത്, ഞാനേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒരു വെസ്റ്റേൺ മോഡലിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ മുറിയിൽ മൂൺ ലൈറ്റ് ഉണ്ടാവും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ശ്രുതിയോട് ശ്രുതി പറയുകയാണ്, താൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വാ, ഈ നാടൻ വേഷം, ഈ നാടൻ ലുക്ക് ഒന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി അകത്തേക്ക് പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. രവീന്ദ്രൻ ഇറങ്ങി വരുമ്പോൾ രവീന്ദ്രൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒക്കത്തിങ്ങനെ കൊച്ചു കുട്ടികളെ എടുത്തിരിക്കുന്നത് പോലെ കുടമൊക്കെ ആയിട്ട് വരുന്ന സച്ചിയാണ് കാണുന്നത്. കുടത്തിൻ്റെ വാവട്ടം നല്ല പൂമാലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, എടാ സച്ചി, ഇതെന്താണ് ഇത്, എന്താ നീ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് വരുന്നത്? അതെ അച്ഛാ, അത് ഈ കുടം ഉണ്ടല്ലോ, എടുത്തിങ്ങനെ തോളിൽ വെച്ചിട്ട് വന്നാലുണ്ടല്ലോ ഈ ഷോൾഡറിന് നല്ല പെയിനാണ്, ഇതിനേക്കാളും എളുപ്പമുണ്ടല്ലോ ദേ ഇങ്ങനെ ഒക്കത്ത് വെച്ചുകൊണ്ട് വരുന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല ഈ കുടവും കൊണ്ട് നീ ഇതെങ്ങോട്ട് പോവുക? അച്ഛ, അത് ഈ അച്ചമ്മയുടെ ഓരോരോ കോപ്രായങ്ങളെ. അച്ചമ്മയ്ക്ക് രാവിലെ ഇവിടെ കുറേ ചടങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ഈ മോതിരം എടുക്കുന്നേ, പപ്പടം പൊട്ടിക്കുന്നേ, അങ്ങനെ കുറേ പപ്പടത്തിൻ്റെ കാര്യം പറയുന്നില്ല, ഈ മോതിരം എടുക്കുന്ന ചടങ്ങുകളുണ്ടായിരുന്നല്ലോ, അതുപോലെ ഇപ്പോൾ ഞാനും രേവതിയും കൂടി തമ്മിൽ ചെയ്യണമെന്ന് അച്ചമ്മയ്ക്ക് ഒരേ നിർബന്ധം. അതുകൊണ്ടാണ് അച്ഛാ ഞാൻ ഇതും കൊണ്ടുവന്നത്. അപ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി വരികയാണ്. രേവതിക്കൊപ്പം നമ്മുടെ അച്ചമ്മയും കൂടി ഇങ്ങനെ നടന്നു വരുന്നതാണ് കാണുന്നത്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കണേ, എന്താ ഇത്രയും പപ്പടമൊക്കെ ഈ രാത്രി തിന്നാൽ വയറ് കേടാകില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചമ്മ പറയണേ, എടാ രവി മോനെ, ഇത് ഈ പപ്പടം ഉണ്ടല്ലോ തിന്നാൻ വേണ്ടിയിട്ടൊന്നും ഉള്ളതല്ല, രാവിലെ ഇവിടെ ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ശ്രുതിയുടെയും, അതുപോലെ ഇവരുടെ ചടങ്ങും ഇപ്പോൾ എനിക്ക് നടത്തണം, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, ഈ രാത്രിയിലോ അമ്മേ? അതേടാ, അന്ന് ഇവരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചടങ്ങുകളും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണം, അതൊരു കാര്യമുണ്ടമ്മേ, അത് നമ്മുടെ കയ്യിലെ തെറ്റല്ലല്ലോ, ഇവരുടെ കല്യാണം കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു മൂഡ് അങ്ങനെ ആയിരുന്നില്ലേ, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയ ഉടനെ തന്നെ ഇവൻ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞ് ഇവനൊരു പോക്കങ്ങ് പോയി, പിന്നെ തിരിച്ചു വന്നതോ ശബരിമലയിൽ പോവാൻ മാല ഇട്ടിട്ട്, അതുകൊണ്ടല്ലേ ഈ ചടങ്ങുകളൊന്നും നമുക്ക് അന്ന് നടത്താൻ പറ്റാഞ്ഞത്. എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ അമ്മ ഈ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും നന്നായി എന്നിങ്ങനെ പറയുകയാണ് രവീന്ദ്രൻ. അപ്പോൾ എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ പറയണേ, എടാ മോനെ വെക്കടാ എന്നിങ്ങനെ പറയണം, അതായത് കുടം ടേബിളിൻ്റെ പുറത്തേക്ക് വെക്കാൻ പറയാണ്, ഇങ്ങോട്ട് വെക്കടാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ശരി അച്ഛാ എന്നും പറഞ്ഞിട്ട്, അതായത് ഒരു കടാപ്പുറം സ്റ്റൈലിലാണ്, അതെനിക്കറിയില്ല പറയാൻ. അങ്ങനെ വെക്കുകയാണ്, കുടവും അവിടെ വെക്കുകയാണ്. അതിനുശേഷം നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, രവീന്ദ്രൻ നമ്മുടെ അച്ചമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ചന്ദ്രയെ വിളിക്കണോ അമ്മേ? എൻ്റെ രവി, എന്തിനാ അവളെ ഇങ്ങോട്ട് വിളിക്കുന്നത്? അവൾ വന്നിട്ട് വേണം ഒന്നും രണ്ടും പറഞ്ഞ് പിന്നെ ഈ ഉള്ള സന്തോഷം കൂടി ഇല്ലാണ്ടാവാൻ അവൾ വരണ്ട, അതാ നല്ലത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ സച്ചി കുടമൊക്കെ വച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രനും അച്ചമ്മയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുകയാണ്, രവി മോനെ ബാ ഇവിടേക്ക് വന്നിരിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രനും അച്ചമ്മയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തിന് നമ്മുടെ രേവതിയോട് നമ്മുടെ അച്ചമ്മ രേവതിയോട് പറയുകയാണ്, മോളെ രേവതി നീ ഇവിടെ ഇരിക്കുക, സച്ചി നീ ഇങ്ങോട്ട് മാറിയിരിക്കുക എന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ അച്ചമ്മ വിരലിൽ കിടക്കുന്ന ഒരു മോതിരം ഊരിയിട്ട് അവരെ കാണിക്കുകയാണ്. അതിനുശേഷം പറയുകയാണ്, ഞാൻ ഈ മോതിരം ഈ കുടത്തിൽ വെള്ളത്തിൽ ഇടാൻ പോവുകയാണ്, ഈ മോതിരം നിങ്ങൾ എടുക്കണം, നിങ്ങളിൽ രണ്ടിൽ ആരാണ് എടുക്കുന്നതെന്ന് നമുക്കറിയണമല്ലോ, നല്ല വാശി
കൂടി എടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അച്ഛമ്മ പറയണം, മോളെ രേവതി നീ വിട്ടുകൊടുക്കല്ലേ കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ചിരിക്കുകയാണ്. അതിനുശേഷം അച്ഛമ്മ മോതിരം കുടത്തിൽ വെള്ളത്തിലേക്ക് ഇടുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ആക്കി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. സച്ചിയും രേവതിയും കൂടി. രേവതി സാരിയുടെ തുമ്പൊക്കെ മടക്കി ഇടുപ്പിൽ ഇങ്ങനെ കുത്തി വയ്ക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് കൈയിട്ട് രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ടുള്ള മത്സരമാണ്. രണ്ടുപേരും വിട്ടു കൊടുക്കുന്നില്ല, ഒരു രക്ഷയില്ല. സച്ചി ആണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറക്കുകയാണ്, വെള്ളം കലക്കി മറിച്ചൊക്കെ നോക്കുകയാണ്. രേവതി ആണെങ്കിൽ ഒരു രക്ഷയില്ല, രേവതി വിട്ടു കൊടുക്കുന്നില്ല. അപ്പോൾ അപ്പുറത്തൊട്ട് അടുത്തിരുന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ പറയണം, മോളെ രേവതി വിട്ടു കൊടുക്കരുത്, നീ തന്നെ എടുക്കണം മോളെ രേവതി എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രൻ വിളിക്കുകയാണ്. മറുവശത്തിരുന്ന് നമ്മുടെ അച്ഛമ്മയെ വിളിക്കുകയാണ്, മോളെ രേവതി നീ തന്നെ എടുക്കണം, വിട്ട് കൊടുക്കരുത്, അവൻ്റെ മുന്നിൽ നീ തോറ്റു കൊടുക്കരുത്, എടുത്തേ പറ്റൂ എന്നിങ്ങനെ അച്ഛമ്മ പറയണം. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ സച്ചിക്ക് വേണ്ടിയിട്ട് പറയാൻ ആരുമില്ല, രണ്ടാളും രേവതിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, രേവതിയോടാണ് പറയുന്നത് മോതിരം എടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സച്ചി മോതിരവും എടുക്കുകയാണ്. എടുത്തിട്ട് പറയണം, ഞാൻ എടുത്തു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ പറയണേ, ചുമ്മാ കള്ളം പറയല്ലേടാ, കള്ളമല്ല ചതേ എൻ്റെ കയ്യിൽ ദേ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛമ്മ പറയണം, നീ എടുക്കും കുറേ, മോള് വിട്ടു തന്നതായിരിക്കും. അപ്പോൾ ഉടനെ സച്ചി പറഞ്ഞ, പിന്നെ ഇവള് വിട്ടു തന്നതൊന്നുമല്ല, ഞാൻ എടുത്തതാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കണം, മോളെ ശരിക്കും പറഞ്ഞാൽ എന്താ നടന്നത്, ഇവൻ തന്നെയാണോ എടുത്തത്, അതേ നീ അവന് വിട്ടുകൊടുത്തതാണോ? അപ്പോൾ ഉടനെ രേവതി പറയണം, അതച്ഛാ ഞാൻ തന്നെയാണ് എടുത്തത്, എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു മോതിരം കിട്ടിയത്, പക്ഷേ ഇദ്ദേഹം എൻ്റെ കൈ പിച്ചിപ്പറിച്ച് പിച്ചിപ്പറിച്ചിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയണേ, എടാ അപ്പോഴേ ജയിച്ചത് രേവതി മോളാണ്, മര്യാദയ്ക്ക് നീ മോതിരം മോക്ക് കൊടുക്കും. ഇല്ല, ഇത് ഞാൻ കൊടുക്കൂല, ഇത് ഞാനാ എടുത്തത്, നീ പിച്ചിട്ടല്ലേ എടുത്തത്, മോളെ വേദനിപ്പിച്ചിട്ടല്ലേ നീ ഈ മോതിരം സ്വന്തമാക്കിയത്, എന്ത് തന്നെയാണെങ്കിലും എനിക്ക് തന്നെയാണല്ലോ സ്വന്തമാക്കാൻ പറ്റിയത്, എന്തായാലും ഈ മോതിരം ഞാൻ രേവതിക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല, പോരെങ്കിലേ ഇതെൻ്റെ അച്ചമ്മയുടെ മോതിരമാണ്, ഇതങ്ങനെ അവൾ വെക്കേണ്ട. ദേ സച്ചി, നീ വീണ്ടും നിന്റെ പഴയ സ്വഭാവം എടുക്കല്ലേ, മോതിരം ഇട്ട് കൊടുക്കടാ മോളുടെ വിരലിൽ. അപ്പോൾ അച്ഛമ്മ കൂടി പറയണം, സച്ചി കള്ളക്കളി വേണ്ട, നീ മര്യാദയ്ക്ക് മോതിരം മോളുടെ കയ്യിലിട്ട് കൊടുത്തേ. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ കൈ നീട്ടി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി വിരലിൽ പിടിച്ചിങ്ങനെ മോതിരം അണിയിച്ച് കൊടുക്കുകയാണ് നമ്മുടെ രേവതിക്ക്. അങ്ങനെ നമ്മുടെ രേവതിക്ക് മോതിരമൊക്കെ ഇട്ട് കൊടുക്കണം. അച്ഛൻ്റെ കൂടെ അച്ഛമ്മയുടെയൊക്കെ കൂടെ ഇങ്ങനെ മോതിരം ഇട്ട് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും രേവതിക്ക് മോതിരം ഇട്ട് കൊടുക്കാൻ സച്ചിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സച്ചി ഭയങ്കര സന്തോഷത്തിലാണ് മോതിരമൊക്കെ ഇട്ട് കൊടുക്കുന്നത്, വെറുതെ കാണിച്ചതാണെന്ന് തോന്നുന്നു ആ ദേഷ്യഭാവമൊക്കെ. അതിനുശേഷം നമ്മുടെ അച്ഛമ്മയും നമ്മുടെ രവീന്ദ്രനും കൂടി പറയുകയാണ്, അച്ഛനും കൂടി പറയുകയാണ്, ഇനി രണ്ടുപേരും പപ്പടം പൊട്ടിക്കുന്ന സമയമായിട്ടുണ്ട്, രണ്ടുപേരും അവിടെ ഇരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അച്ഛമ്മ പറയണം, മോളെ ഇനി അവൻ്റെ തല മുഴുവനും പപ്പടം പൊട്ടിക്കണം. അപ്പോൾ ഉടനെ സച്ചി ഇങ്ങനെ ആക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും തലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പപ്പടം വെച്ച് പൊട്ടിക്കുകയാണ്. രണ്ടുപേരും ഒരു രക്ഷയില്ല, ഇരിക്കുന്ന പപ്പടം മുഴുവനും രണ്ടുപേരുടെ തലയിലുമായിട്ട് ഇങ്ങനെ ഉടച്ച് തീർക്കുകയാണ്. ഒടുവിൽ ആ പപ്പടമൊക്കെ ഉടച്ച് തീർത്തതിന് ശേഷം നമ്മുടെ രണ്ടുപേരും എഴുന്നേറ്റ് പോകുന്നില്ല. നമ്മുടെ രവീന്ദ്രനും അച്ഛമ്മ ഇങ്ങനെ അവർ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് രേവതിയുടെ തലയിൽ ഇരുന്ന പപ്പടം മുഴുവനും സച്ചി തന്നെ തുടച്ച് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സച്ചിയുടെ ഷർട്ടിലും തലയിലും ഒക്കെ ഇരുന്ന പപ്പടം മുഴുവനും നമ്മുടെ രേവതി തന്നെ തൂത്ത് തുടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ രവീന്ദ്രനും നമ്മുടെ കലാവതി അമ്മയ്ക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ അവർ അമ്മയും മോനും കൂടി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ്, ഇവരുടെ ഒത്തൊരുമയും സ്നേഹവും ഒക്കെ കണ്ടിട്ട്. അതേസമയം പിന്നീട് നമ്മുടെ ശ്രുതിയുടെയും ഫസ്റ്റ് നൈറ്റാണ്. നമ്മുടെ ശ്രുതി ഡ്രസ്സൊക്കെ മാറി നല്ലൊരു ഫ്രോക്കൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. നല്ല അട്ടിപ്പൊളി സെറ്റ്, നല്ല മാലാഖ പോലെ നമ്മുടെ ശ്രുതി വന്ന് നിൽക്കുകയാണ്. ഒരു ചുമന്ന കളറിലുള്ള ഫ്രോക്കൊക്കെയാണ് നമ്മുടെ ശ്രുതി ഇട്ടിരിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ ശ്രുതിയുടെ മുന്നിൽ ഒരു എന്താ പറയുന്നത്, കുറച്ച് പൂവ് ഇങ്ങനെ കൊടുക്കുകയാണ്, റോസാപ്പൂ. നമ്മുടെ ശ്രുതി ഇങ്ങ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ശ്രുതി നോക്കുമ്പോൾ നിലത്ത് മൊത്തവും റോസാപ്പൂ ഇങ്ങനെ വിതറിയിരിക്കുകയാണ്. ഒരു നീളത്തിന് ഇങ്ങനെ വളച്ചൊക്കെ ഇങ്ങനെ വിതറിയിരിക്കുകയാണ്. അതായത് ശ്രുതി വാഷ്റൂമിൽ നിന്ന് നടന്ന് ബെഡിൻ്റെ അടുത്ത് എത്തത്തക്ക രീതിയിൽ അത്രയും നീളത്തിന് വീതിക്ക് ഇങ്ങനെ പൂവിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. ശ്രുതിയോട് ചോദിക്കുന്നത്, എന്താ ശ്രുതി ഇതൊക്കെ? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒരു വെസ്റ്റേൺ മോഡലിലായിരിക്കുമെന്ന്, അതാ ഇതൊക്കെ എന്നിങ്ങനെ പറയുകയാണ്.
അങ്ങനെ നമ്മുടെ ശ്രുതി ആ പൂവിലൂടെ ചവിട്ടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരികയാണ്. വരുന്ന സമയത്തിന് നമ്മുടെ ശ്രുതി അവിടെ പിടിച്ചിരുത്തുകയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നോ, ഒരു എന്താ ലിക്കറാണ് കൊണ്ടുവരുന്നുണ്ട്. ലിക്കർ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാം വെറൈറ്റി ആയിരിക്കണമെന്ന്, അതുകൊണ്ട് പാലൊന്നും വേണ്ട, നമുക്ക് ഈ ലിക്കറാണ് ഉപയോഗിക്കേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതിക്ക് ചോക്ലേറ്റ് എടുത്ത് വായിൽ വെച്ച് കൊടുക്കുകയാണ്. ശ്രുതിയും അതുപോലെ തിരിച്ച് ചോക്ലേറ്റ് തന്നെ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ ഒരു പാട്ടാണ് കാണിക്കുന്നത്. പാട്ടെന്ന് വെച്ചാൽ ഒരു നൂറാശകൾ മിഴികളിൽ, ആ ഒരു പാട്ടാണ് അന്നേരം വരുന്നത്. ആ ഒരു പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രവീന്ദ്രൻ അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് പാഞ്ഞുകൊണ്ട് വരികയാണ്. ചന്ദ്രമതി രാവിലെ ഒരുങ്ങിക്കെട്ടിയൊക്കെ ഭയങ്കര സെറ്റപ്പിലാക്കി നിൽക്കുകയാണ്. രവീന്ദ്രൻ ചോദിക്കണേ, നീ എങ്ങോട്ട് പോവാ ചന്ദ്ര? ഇത് ഞാൻ അമ്പലത്തിൽ പോവാണ്. നീ ഒറ്റയ്ക്കാണോ പോണത്? ഞാൻ ഒറ്റയ്ക്കല്ല, ശ്രുതിയും ഉണ്ട്. അവരിതുവരെ എഴുന്നേറ്റില്ലല്ലോ, മണി 10 കഴിഞ്ഞില്ലേ? മക്കൾ കിടന്ന് ഉറങ്ങട്ടെ, ഇനി അവർ വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഞാൻ പോവാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരെ പോയൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി, ഭയങ്കര മഴ പെയ്യാണ് മുറ്റത്ത്. മഴയുടെ ശബ്ദം കാരണം വീഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ചന്ദ്രമതി വാതിൽക്കൽ ചെന്നിങ്ങനെ തട്ടാനായിട്ട് ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഒരു വിഷമം തോന്നുകയാണ്. ചന്ദ്രമതി ഇങ്ങനെ കൈകൊണ്ട് വയ്ക്കുന്നു, വേണ്ട, ആലോചിക്കുന്നു, വീണ്ടും തട്ടാനായിട്ട് കൈകൊണ്ടുവരുന്നു, വീണ്ടും ആലോചിക്കുന്നു. ഇത് കണ്ടിട്ട് ഇങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കണേ, ഇവളിതെന്ത് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി വാതിലിൽ തട്ടാതെ ഇങ്ങ് വരികയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കണേ, എന്താ നീ അവരെ വിളിച്ചില്ലേ? അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ, അവർ കിടന്ന് ഉറങ്ങിക്കോട്ടെന്നേ. അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണേ, മണി 10 കഴിഞ്ഞ് ചന്ദ്രേ, അതിനെന്താ, 10 മണി കഴിഞ്ഞാൽ എന്താ, അപ്പം തന്നെ എണീക്കണമെന്ന് വല്ല നിയമമുണ്ടോ? അവർ കിടന്നുറങ്ങട്ടെ, കുട്ടികളല്ലേ എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചി വന്ന ഉടനെ വിളിക്കുകയാണ്, താഴേന്ന് മുകളിലോട്ട് കയറി വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, രേവതി. അപ്പോൾ രേവതി ഓടിക്കൊണ്ട് വരികയാണ്. എന്താ വിളിച്ചത്? രേവതി, എൻ്റെ നീല ഷർട്ട് എന്തിയേ? അപ്പോൾ രേവതി പറയാണ്, നീല ഷർട്ട് ഞാൻ താഴെ അടുക്കി വെച്ചപ്പോൾ നീല ഷർട്ട് ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ആ കൂട്ടത്തിൽ നീല ഷർട്ട് ഇല്ല, ഷെൽഫിനകത്ത് കൊണ്ടുവച്ചപ്പോൾ അതിൽ നീല ഷർട്ട് ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാലേ നീ നീല ഷർട്ട് എടുക്കാൻ വിട്ടിട്ടുണ്ട്, അത് സുധിയുടെ കയ്യിലായി പോയിട്ടുണ്ടാവും. അവനാണെങ്കിലേ അവൻ്റെ കയ്യിലൊരു സാധനം കിട്ടിയാലുണ്ടല്ലോ അവൻ തരില്ല, അതവൻ പൂഴ്ത്തി വെക്കാൻ നോക്കും. അതുകൊണ്ടേ അവൻ്റെ നിന്ന് എനിക്ക് ആ ഷർട്ടിങ് മേടിച്ചു കൊടുത്താ. അപ്പോൾ രേവതി പറയണേ, എനിക്കങ്ങ് വയ്യ. അപ്പോൾ സച്ചി പറയണേ, നിനക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ മേടിച്ചോളാം അവൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് നമ്മുടെ സച്ചി നേരെ ചെല്ലുകയാണ്, സുധിയുടെ മുറിയുടെ മുന്നിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി ചോദിക്കണം, എടാ നീ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? നീ എങ്ങോട്ടാണ് ഈ പാഞ്ഞുകൊണ്ട് പോണത്? അവൻ്റെ മുറിയിൽ എൻ്റെ ഷർട്ട് കിടക്കുകയാണ്, ഞാനത് മേടിക്കട്ടെ. കുട്ടികൾ ഉറക്കം എണീച്ചില്ല, മക്കൾ കിടന്ന് ഉറങ്ങട്ട്, നീ ശല്യപ്പെടുത്താതെ പോടാ. അപ്പോൾ ഉടനെ സച്ചി പറയുവാണ്, മക്കളാ ഉറങ്ങട്ടെന്നാ, മണി 10 കഴിഞ്ഞ്, ഇനിയാണോ ഉറങ്ങുന്നത്? അതിനെന്താ, നീ നിൻ്റെ പാട് നോക്കിപ്പോ, നീ എന്തിനാ അവനെ ശല്യപ്പെടുത്തുന്നത്? എൻ്റെ ഷർട്ട് എനിക്കിപ്പോൾ കിട്ടിയേ പറ്റൂ. അങ്ങനെ നമ്മുടെ സച്ചി വാതിൽക്കളിൽ ചെന്നിട്ട്, എടാ സുധി പാഞ്ഞ് വിളിക്കുകയാണ്, ഉറച്ചുറച്ച് വിളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രേവതി പറയണം, ഒന്നും മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, നീ ഒന്നും മിണ്ടാതിരിക്കുക, എൻ്റെ ഷർട്ട് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അവനതെടുത്ത് ഒളിപ്പിച്ച് വെക്കും. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ, എടാ നീ ഒന്ന് ഒന്ന്, അവർ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ, അവരെന്തിനാ ശല്യപ്പെടുത്തുന്നത്? ഉറങ്ങുന്നു, 10 മണി കഴിഞ്ഞ്, ഇപ്പോഴും ഉറക്കം എണീക്കാതെയാണോ കിടന്നുറങ്ങുന്നത്? എടാ വിട്ടി, നീ ഒന്ന് കയറി പോകുന്നുണ്ടോ? എനിക്കിപ്പോൾ അവൻ്റെ മുറിയിൽ ചെല്ലണം. എനിക്ക് ചെന്നിട്ട് എനിക്ക് അവൻ്റെ ഷെൽഫ് മുഴുവനും പരിശോധിക്കണം, എനിക്ക് അവൻ്റെ അലമാര പരിശോധിക്കണം, അതിലെവിടെയെങ്കിലും അവൻ എടുത്തു വെച്ചിട്ടുണ്ടാവും. നീ ഇപ്പം പരിശോധിക്കണ്ട. എന്ത് പരിശോധിച്ചാൽ നീ അവൻ്റെ മുറിയിൽ കയറണ്ട. എന്ത് കയറിയാലും, ഞാൻ കയറിയാൽ എന്താ കുഴപ്പം? അവൻ്റെ മുറിക്ക് എന്ത് സംഭവിക്കും? അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ, എടാ മനുഷ്യനായാലേ ഒരിത്തിരി വിവരം വേണം, കഴുത എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയാണ്, എടാ സച്ചി അതങ്ങ് വിട്ടേരെ, ഷർട്ടിൻ്റെ കാര്യമല്ലേ, അത് പിന്നീടാവട്ടെ, നീ ഇപ്പോൾ പോകാനുള്ളത് നോക്ക്, താഴെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, രവീന്ദ്രനല്ല സച്ചി പറയാണ്, ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോവുകയാണ്. രേവതി ഒപ്പം താഴേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. സച്ചി താഴേക്ക് അങ്ങ് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ രേവതി കൂടെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ രേവതിയോട് നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ്, എടി രേവതി ഇവിടെ വാടി. അപ്പോൾ ഉടനെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയമ്മേ. ശ്രുതിയോട് ചോദിച്ചോ എന്താ ഉണ്ടാക്കേണ്ടതെന്ന്? അവളോട് ചോദിച്ചിട്ട് അവളെ ഇഷ്ടത്തിനുള്ളത് തന്നെയാണോ നീ ഉണ്ടാക്കിയത്? ഉടനെ രേവതി പറയണ്, ഇല്ലമ്മേ ഞാൻ ചോദിച്ചില്ല.
എന്നാലേ ശ്രുതി ഉറക്കമണീച്ച് വന്ന ഉടനെ ശ്രുതിയോട് ചോദിക്കണം എന്താണ് വേണ്ടതെന്ന്. എന്നിട്ട് അവളുടെ ഇഷ്ടത്തിന് അവൾക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് നീ ഉണ്ടാക്കി കൊടുക്കണം, പറഞ്ഞേക്കാം. അപ്പം രേവതി പറയാണ്, അതിനിപ്പോൾ എപ്പോഴാ അമ്മ, ഇപ്പം തന്നെ മണി 10 കഴിഞ്ഞില്ലേ, നീ എന്തിനാടി എപ്പോഴും 10 മണിയുടെ കണക്കെടുത്ത് പറയുന്നത്? കുട്ടികൾ ഉറങ്ങി എണീച്ചിട്ട് വരും, അപ്പം നീ അത് കൊടുത്തേക്കണം. അപ്പം അവൾ എന്ത് വേണമെന്ന് നീ അവളോട് ചോദിക്കണം. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ഉണ്ടാക്കി കൊടുക്കണം. ഉടനെ രേവതി പറയണം, അത് പറ്റില്ല അമ്മേ. എന്തുകൊണ്ട് പറ്റില്ല? ഇപ്പം തന്നെ മണി 10 കഴിഞ്ഞു. ഇനി ഞാൻ വീണ്ടും ശ്രുതി എണീച്ച് വന്നതിന് ശേഷം ഞാൻ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നിന്ന് കഴിയുകയാണെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടാക്കാൻ താമസിക്കില്ലേ? അതുകൊണ്ട് അത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് ശ്രുതി ഉറക്കമണീച്ചിട്ട് വന്നിട്ട് അവളോട് ചോദിച്ചതിന് ശേഷം നിനക്ക് കാപ്പി ഉണ്ടാക്കിയാൽ പോരായിരുന്നോ? അമ്മ ഇപ്പം തന്നെ മണി 10 കഴിഞ്ഞു, ഇതുവരെ ശ്രുതി എണീച്ചു കൂടി വന്നിട്ടില്ല. പിന്നീട് അതിന് ശേഷം ശ്രുതി എണീച്ച് വന്നതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് വിശക്കില്ലേ? ആഹാ, നീ കൊള്ളാലോടി, നീ അതിന് 10 മണിയുടെ കണക്ക് എപ്പോഴും പറയേണ്ട കാര്യം എന്താടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്ക് ദേഷ്യം വരികയാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി പറയണം, നീ ശ്രുതി വരുമ്പോൾ അവളെ ഇഷ്ടത്തിന് അവളോട് ചോദിച്ചിട്ട് ഉണ്ടാക്കിക്കൊള്ളണം, പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രേവതി താഴേക്ക് ഒരു പോക്കങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനോട് ചന്ദ്രമതി പറയണം, നോക്ക് വന്നുണ്ടല്ലോ, ഈ പൂക്കാരിക്കൊന്നും എന്നെ ഒരു വിലയില്ലാതായിരിക്കുകയാണ്, ഇവളൊന്നും എന്നെ ഇപ്പോൾ ബഹുമാനിക്കുന്നേ ഇല്ല. അപ്പോൾ രവീന്ദ്രൻ പറയണേ, എൻ്റെ ചന്ദ്രേ, ബഹുമാനം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ചുമ്മാതെ കിട്ടില്ല, അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ തിരിച്ചും കിട്ടത്തുള്ളൂ. നീ നിൻ്റെ മരുമകളെ ബഹുമാനിക്ക്, അന്ന് നിനക്ക് തിരിച്ച് അത് കിട്ടിക്കോളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ രേവതി താഴേക്ക് ചെല്ലുകയാണ്. താഴെ ചെല്ലുമ്പോഴത്തേക്ക് സച്ചി വരികയാണ്. അങ്ങനെ സച്ചി കൈയൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുന്നു നമ്മുടെ രേവതി. അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ പാത്രം ഇങ്ങനെ മൂടി തുറക്കുമ്പോൾ തന്നെ സച്ചി ഇങ്ങനെ തലയിട്ട് നോക്കുകയാണ്. നോക്കുമ്പോൾ പൂരി കാണുമ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമാവാണ്. ഹായ് പൂരി, എന്താ മണം, എന്താ രേവതി കറി? അത് നോക്ക്. അപ്പോൾ ഉടനെ സച്ചി ഇങ്ങനെ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കുകയാണ്. ഹായ് കുറുമ. എൻ്റെ ദൈവമേ, എത്ര നാളായി ഈ പൂരിയും കുറുമയും തിന്നിട്ട്. അല്ലെങ്കിലും രേവതിയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന പൂരിക്കും കുറുമയ്ക്കും ഭയങ്കര ടേസ്റ്റാണ്. രേവതി കുറേ ഇങ്ങോട്ട് ഇട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ രേവതി പൂരി വെച്ച് കൊടുക്കുകയാണ്, എന്നിട്ട് കുറുമയും വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി താഴേക്ക് വന്ന് നിൽക്കുകയാണ്. ചന്ദ്രമതി വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് പിടിക്കുന്നില്ല. സച്ചി ഉടനെ പറയണം, വേറെ ചിലരൊക്കെ ഇവിടെ വന്ന് നിൽക്കും, വായിലുണ്ടല്ലോ കപ്പലോടിക്കാനുള്ള വെള്ളവും കൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയണേ. അപ്പോൾ രേവതി പറയണം, ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറയണേ. എന്തിനു മിണ്ടാതിരിക്കുന്നത്? എന്താ രുചി, ഇത്രയും നല്ല രുചിയുള്ള കുറുമയും പൂരിയും, എന്താ രുചി എന്നൊക്കെ ഇങ്ങനെ പറയണ്. അപ്പോൾ ആ സമയത്തിന് ചന്ദ്രമതി ചോദിക്കണം, അല്ല രേവതി, നീ ശ്രുതിയോട് ചോദിച്ചോ പൂരിയും കുറുമയും അവൾ കഴിക്കുമെന്ന്? നീ അവരോട് ചോദിച്ചിട്ട് തന്നെയാണോ നീ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്ന് ചോദിക്കണം. അപ്പോൾ രേവതി പറയണം, അതിനെ ഇത് എൻ്റെ ഭർത്താവിന് ഒരുപാട് ഇഷ്ടമുള്ളതാ ഈ പൂരിയും കുറുമയും, അതുകൊണ്ടാണ് ഞാനിതുണ്ടാക്കിയത്. ഇവൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ്, ഇവൻ്റെ ഇഷ്ടത്തിനുള്ളതാണോ മറ്റുള്ളവർ കഴിക്കേണ്ടത്? അപ്പോൾ ഉടനെ സച്ചിയാ മറുപടി പറയുന്നത്. സച്ചി പറയണം, മറ്റുള്ളവർക്ക് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്ത് വേണേലായിക്കോ, എൻ്റെ ഇഷ്ടത്തിനുള്ളത് എൻ്റെ ഭാര്യ എനിക്ക് ഉണ്ടാക്കിത്തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം, വേണ്ടെങ്കിൽ കഴിക്കണ്ട. നിങ്ങൾക്ക് നിർബന്ധം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വേറെ വെച്ചുണ്ടാക്കി കഴിക്കുക, എനിക്കിഷ്ടമുള്ളത് എൻ്റെ ഭാര്യ വയ്ക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വരികയാണ് കഴിക്കാനായിട്ട്. അച്ചമ്മ വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവർക്കൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ കലാവതി അമ്മ പറയുകയാണ്, മോളെ രേവതി, പൂരിയും കുറുമയാണോ? സച്ചിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാ ഇത്. സച്ചി നിറച്ച് കഴിക്കടാ, ഞാൻ ഇന്ന് ഇഷ്ടം പോലെ കഴിക്കും അച്ചമ്മേ, കണ്ടില്ലേ കൊതിയും വിട്ട് ഓരോന്ന് വന്ന് നിൽക്കുന്നത്. ഉടനെ ചന്ദ്രമതി ഇങ്ങനെ ആക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നോക്കുമ്പോഴത്തേക്ക് പിന്നീട് എന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയാണ് അവരുടെ മുറിയിലാണ്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ നല്ല സെറ്റ് മുണ്ടും നേരിയതൊക്കെ കൊടുത്ത് അതിസുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ക്ഷേത്രത്തിൽ പോകാനായിട്ടൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. ശ്രുതി റെഡി ആയിട്ട് വരികയാണ്. ശ്രുതിയോട് പറയുകയാണ്, ഇപ്പോഴേ എന്തിനാ പോകുന്നത്, കുറച്ച് നേരം കൂടി നീ ഇവിടെ ഇരിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, ഇപ്പം തന്നെ മണി 10 കഴിഞ്ഞു, ഇനിയും താഴേക്ക് ചെന്നില്ലെങ്കിൽ അമ്മ എന്ത് കരുതും, മറ്റുള്ളവർ എന്ത് കരുതും, അമ്മയും മറ്റുള്ളവരോടും പോയി പണി നോക്കാൻ പറ, നീ എൻ്റെ ഭാര്യയല്ലേ, നീ ഇവിടെ ഇരിക്കടി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, അത് ശരിയല്ല, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മ രാവിലെ പറഞ്ഞതാണ് എഴുന്നേക്കണമെന്ന്, റെഡിയായി ചെല്ലണമെന്ന്. ഇത്രയും നേരമായിട്ട് ഞാൻ റെഡിയായി ചെന്നില്ല, ഇനിയും നിന്ന് കഴിഞ്ഞാൽ താമസിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി പോകാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ പിടിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുന്നു. ശ്രുതി സമ്മതിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ താഴേക്ക് വരികയാണ്. താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇറങ്ങി വരുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയെ കണ്ടിട്ടില്ലാത്തത് കണക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി താഴെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ്, അയ്യോ
എൻ്റെ മോളെ അതിസുന്ദരിയായിട്ടുണ്ടല്ലോ. എൻ്റെ മോളെ ഇത്രയും നേരം അമ്മ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ മോളെ ക്ഷേത്രത്തിൽ പോകണ്ടേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ശ്രുതി പറയണം, അതിനാ അമ്മ ഞാൻ റെഡിയായി വന്നത്, വാ അമ്മേ പോവാം. വേണ്ട മോളെ, ഇനി ഇപ്പം തന്നെ സമയം ഇത്രയും താമസിച്ചു, ഇനിയും മോൾ ആഹാരം കഴിക്കാതെ പോകുന്നെങ്കിലേ മോളെ വയറ് കായും, അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് വാ മോളെ എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണം, ക്ഷേത്രത്തിലല്ലേ അമ്മേ പോണത്, വന്നിട്ട് കഴിച്ചാൽ പോരാ, വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. ഉടനെ തന്നെ ശ്രുതി പറയുകയാണ്, ആ അത് തന്നെയാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട് ഇപ്പം തന്നെ, എനിക്ക് ആഹാരം കഴിച്ചിട്ട് ഞാൻ വരുന്നുള്ളൂ എന്ന് പറയുകയാണ്. അതിനുശേഷം ശ്രുതി ഒരു ചെയർ വലിച്ചങ്ങോട്ട് ഇട്ടിട്ട് ശ്രുതി ഇരിക്കുകയാണ്. എന്നിട്ട് ശ്രുതി അമ്മയോട് പറയണം, അമ്മേ എനിക്ക് പൂരി ഇട്ട് അമ്മേ. അപ്പോൾ ഉടനെ പൂരി എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ പാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, പൂരിയോ? അയ്യോ അമ്മേ, ഞാൻ കഴിക്കില്ല അമ്മേ. അതെന്താ മോളെ, മോൾക്ക് പൂരി ഇഷ്ടമല്ലേ? ഇല്ല അമ്മേ, എനിക്ക് എണ്ണയിൽ വറുത്ത് കോരുന്ന ആഹാരങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല, എനിക്ക് പൂരി ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ സച്ചി ഇങ്ങനെ നോക്കുകയാണ്, ശ്രുതി ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് നമ്മുടെ സച്ചി പറയണം, പിന്നെ പൂരി എണ്ണയിലല്ലാതെ പച്ചവെള്ളത്തിൽ വറുത്ത് കോരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി ഇങ്ങനെ മോന്ത ഇറക്കി വെക്കുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയാണ്, എടാ ശ്രുതി, നീ നിൻ്റെ പെണ്ണുപിള്ളയ്ക്കേ പച്ചവെള്ളത്തിൽ കുറച്ച് പൂരി വറുത്ത് കൊടു, അവൾക്ക് എണ്ണയിൽ വറുത്താലേ ഇറങ്ങത്തില്ലെന്ന്. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതി പറയണം, ഉടനെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് നമ്മുടെ ശ്രുതി പറയണം, ദേ കണ്ടില്ലേ, എൻ്റെ അടുത്ത് ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോന്ന് പറയരുതെന്ന് പറയാ ശ്രുതി എന്ന് പറയണം. അപ്പോൾ ഉടനെ ശ്രുതി പറയുകയാണ്, തിരിച്ച് സച്ചിയോട് പറയുകയാണ്, എടാ നീയേ വേണമെങ്കിൽ വല്ലതും മാറി തിന്നിട്ട് എണീച്ച് പോടാ എന്ന് പറയണം. അപ്പോൾ ഉടനെ സച്ചി പറയണം, അതെ ഞാൻ തിന്നിട്ട് പോവാതിരിക്കുകയോ ചെയ്യും, ചിലപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങിയെന്നിരിക്കും, നീ ആരടാ അത് ചോദിക്കാൻ, നീ നിൻ്റെ പാട്ടിന് എണീച്ച് പോടാ എന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്നിട്ട് അവർ രണ്ടുപേരും ഇംഗ്ലീഷിലാണ്, പിന്നീട് ശ്രുതിയുടെയും സംസാരം മുഴുവനും ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അത് പറയാൻ എനിക്കിട്ട് അറിഞ്ഞും കൂടാ. അങ്ങനെ പോവുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അവിടെ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട്, ഇവ എന്തിനാ കിടന്ന് ചിലയ്ക്കുന്നത്, കുറേ നേരം കൊണ്ട് ഇവ കിടന്ന് ചിലയ്ക്കുകയാണല്ലേ, എടാ നീ മലയാളത്തിൽ പറയടാ വിവരം കെട്ടവനെ എന്ന് പറയണം. അപ്പോൾ ഉടനെ ശ്രുതി പറയണേ, എടാ നിനക്ക് പഠിപ്പും വിവരവും ഇല്ലാത്ത നിനക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, മോനെ നിൻ്റെ സ്റ്റാറ്റസിന് ഒത്തതല്ലാത്തവരടുത്ത് നീ സംസാരിക്കാതിരിക്കുക, അവന് ആ കഴുതയ്ക്ക് വല്ല വിവരമുണ്ടോ, പഠിത്തം എന്ന് പറയുന്നത് ഇല്ലല്ലോ അവന്, പഠിത്തം ഇല്ലാത്തവൻ്റെ അടുത്തൊക്കെ നീ എന്തിനാ സംസാരിക്കുന്നത്, വെറും കാർ ഡ്രൈവർ അല്ലേ അവൻ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറഞ്ഞു, എന്താ ചന്ദ്രി, ഡ്രൈവിംഗ് പണിക്ക് എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിനക്കെന്താ അത് ഇത്ര പുച്ഛം എന്നിങ്ങനെ ചോദിക്കുകയാണ്. ചന്ദ്രമതി എന്തായാലും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുകയാണ്, നിങ്ങളിപ്പോൾ എൻ്റെ പേരിൽ ആരും സംസാരിക്കേണ്ട, ഞാൻ പൂരി കഴിക്കത്തില്ല, പൂരി മാത്രമല്ല എണ്ണയിൽ വറുത്ത് കോരുന്നതൊന്നും എനിക്കിഷ്ടമല്ല, അതെനിക്ക് ആസിഡിറ്റിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയാണ്, അതേടി നിനക്ക് എന്താണ് ആസിഡിറ്റി വരുന്ന കാര്യം എന്താണെന്ന് അറിയാമോ, നിൻ്റെ ശരീരമാണെങ്കിൽ നീ ഒന്നും ചെയ്യത്തില്ല, നീ ആ ബ്യൂട്ടി പാർലറിൽ ചെന്നിട്ട് ഇങ്ങനെ നെടുനടാൻ നിന്നല്ലേ നിൻ്റെ ജോലികൾ മൊത്തവും, അതുകൊണ്ടാണ് നിനക്കിങ്ങനെ ഗ്യാസ് കയറുന്നത് എന്ന് പറയണം. ഉടനെ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി പറയുകയാണ്, അതെ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, നിന്ന് ചെയ്യുന്ന ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയല്ല ജോലി ചെയ്യുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി ഏറ്റുപിടിക്കുകയാണ്. ചന്ദ്രമതി പറയാണ്, എടി മോളെ, ഇവൻ്റെ വിചാരം ഉണ്ടല്ലോ, ഈ വണ്ടി ഇങ്ങനെ ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പണിയെന്നാണ് ഇവൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, ഇവൻ വെറും ഡ്രൈവറല്ലേ, ഇവന് വല്ല കുന്തോ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഉടനെ രവീന്ദ്രൻ പറയണേ, ചന്ദ്രേ കൂടുന്നു എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ സച്ചിക്ക് ഡ്രൈവിങ്ങിനെ പറ്റി കുറ്റം പറഞ്ഞത് സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. സച്ചി ഇങ്ങനെ കണ്ണുരുട്ടി വെച്ച് നമ്മുടെ ചന്ദ്രമതി തുറിച്ച് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു, നല്ല കിടിലൻ എപ്പിസോഡാണ്, എല്ലാവരും കാണുക. അത് മാത്രമല്ല, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെന്താ, ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ രാത്രി പ്രൊമോ വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.